പക്ഷെ സത്യം റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞാലുണ്ടല്ലോ, മീൻസ് ഇപ്പം നേരിട്ട് ഇപ്പൊ സാർ അന്ന് ഞങ്ങളുടെ ഇൻഡിവിജ്വൽ എടുത്ത അത്ര ഒരു എഫക്റ്റീവ് പോലും ഇപ്പൊ നെറ്റ് ബി ഓണസ് ഇത്ര ഇങ്ങനെ എടുക്കുമ്പോൾ വരുന്നില്ല. ഞാൻ സിമി അത് പറയും, ഞാൻ പറഞ്ഞു അവരെ അത്രയും ഭാഗ്യം നമുക്കുണ്ടായെന്ന് പറഞ്ഞു. പക്ഷെ അത് ഒത്തിരി എഫക്റ്റീവ്. പക്ഷെ അന്ന് അത്രയും അങ്ങനെയൊക്കെ സാർ ഇൻഡിവിജ്വൽ നമുക്ക് എന്തൊരു ടെൻഷൻ അറിയാം സാറിന് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ സാറെ വിളിക്കാൻ. കുക്ക് ചെയ്യാനൊക്കെ ഓരോന്ന് ചോദിക്കുമ്പോ ദൈവം തപ്പ് ഇതൊക്കെ പഠിച്ചത് ഓർത്തിരിക്കാനും ഭയങ്കര നമുക്ക് സ്കൂളിൽ പഠിച്ച ടെൻഷൻ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊക്കെ എടുക്കുമ്പോ തന്നെ അങ്ങോട്ടൊന്നും പറയണ്ടിരിക്കും കേട്ടോ പറയാം. പക്ഷെ വേറെ കാര്യം അതാ ആ ഒരു സ്റ്റേജ്. കാരണം ഈ പിള്ളേരെല്ലാം അത് കടന്നു വന്ന പിള്ളേരാ. എല്ലാരും ഗ്രാമർ അങ്ങനെ പിള്ളേരാ. ഒരു കുഴപ്പമില്ല. ഞാൻ എന്നോട് ആരാണ് സെറിൻ ഇടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ, ചേച്ചി അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞ അപ്പൊ സാറിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക്, അപ്പൊ സാറും പറഞ്ഞു ഇങ്ങനെ ഗ്രാമറൊക്കെ ഇങ്ങനെ ഒക്കെ എടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ ഇതൊക്കെ തന്നു സാറ് ഞങ്ങൾക്ക് തന്നു തന്നെയല്ലേ ഈ സംഭവമൊക്കെ. അത് തന്നെ നമുക്ക് കാരണം നമുക്കത് മാക്സിമം റിഫ്രഷ് ചെയ്യാം. ഞാനെ പറഞ്ഞ എന്തായാലും കൂടുതലായി എന്തോന്നല്ലേ, ഒരുപാടൊന്നും പഠിക്കാന്നല്ലേ, ഈ ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെ ഓരോ ലക്കാണ്. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാൻ നമുക്ക് തന്നെ കിട്ടും. അതായത് ഞാൻ 3 ബുക്ക് അപ്ലോഡ് അതിനകത്ത് കണ്ടായിരുന്ന ഫേസ്ബുക്കില് സാറൊരു 15 essay വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ. ഒരു 3 ബുക്ക് അപ്ലോഡ് ചെയ്യണ്ട. ആ ബുക്ക് ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ, 3ആയിട്ട്. കാരണം ഒരു ബുക്കിന്റെ അകത്ത് 30 ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പൊ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ബുക്ക് അപ്ലോഡ് ചെയ്യണം. ഫേസ്ബുക്കിന്റെ പേജിന്റെ അകത്ത് നോക്കണം കേട്ടോ. അതൊക്കെ നോക്കാനാ. ഓക്കെ. അപ്പൊ അതായത് ഇതിനകത്ത് പറയുമ്പോൾ ട്രാൻസിഷൻ കണ്ടിന്യൂ ഫ്രേസസ് ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? കാരണം ഇത് which allow your ideas and paragraphs to follow together. Without the transition phrases, it is difficult to connect your ideas throughout the essay. പിന്നെ അത് ബേസിസ് വെച്ച് എന്താ നമ്മൾ കണക്ട് ചെയ്യുന്നത്? നമ്മുടെ സെന്റൻസ് അല്ല കണക്ട് ചെയ്യണേ, കണക്ട് യുവർ ഐഡിയാസ്. നമ്മുടെ ഐഡിയ കണക്ട് ചെയ്യാനായിട്ട് ത്രൂ ഔട്ട് എസ്സേക്കകത്ത് നമ്മുടെ ഐഡിയ നല്ലവണ്ണം കണക്ട് ചെയ്ത് നമുക്ക് പറയാനുള്ള കാര്യം. അതായത് കേൾക്കുന്ന ആൾക്ക്, ഒരാള് പ്രസംഗിക്കാൻ വേണ്ടി ഇരിക്കുകയാണെങ്കിൽ അവർ പിച്ച് ഇട്ടൊക്കെ സംസാരിക്കും അല്ലെ, ഉറക്കെ കൂട്ടി കുറച്ച് സംസാരിക്കും. അപ്പൊ അങ്ങനെ ഒരു പിച്ച് വന്നത് ആ പിച്ച് വായിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ സാധനമാണിത്. അപ്പൊ കാര്യം ഹൈലി റെക്കമെൻഡ് മെമ്മറൈസ് സംഭവം അല്ല, എല്ലാം മെമ്മറൈസ് ചെയ്യണം. നമുക്കതാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇന്നോവേഷൻ പാരഗ്രാഫ്. There are 3 reasons why. ഇന്നോവേഷൻ പാരഗ്രാഫിൽ ഉപയോഗിക്കാവുന്ന ട്രാൻസിഷൻ വെർബ്സ് ആണ്. Firstly, secondly, thirdly, what I want to talk about is, and the most important is, a major development is, why it is so important, in my opinion, in my view, personally, I believe that. പിന്നെ നമ്മുടെ സെന്റൻസ് നമ്മൾ എഴുതാം. From your point of view, I think there are 2 reasons why, my points which I discussed there. നോക്കുക, സപ്പോർട്ടിംഗ് പാരഗ്രാഫിന്റെ അകത്ത് ഉപയോഗിക്കേണ്ട കണക്റ്റീവ് വേർഡ്സ് ഇതാണ്. അതായത് ഓൺ ദി അതർ ഹാൻഡ്, ഓൺ ദ കോൺട്രറി. ഈ ഓൺ ദ കോൺട്രറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഫേവറേറ്റ് സാധനമാണ് അല്ലേ. ഞങ്ങളുടെ എല്ലാ എസ്സേക്കകത്തും വരുന്ന ഒരു സാധനം, ഒരു ഫിക്സഡ് ഇതാണത്. ഞാൻ ശ്രദ്ധിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് ലൈക്ക്, സിമിലർലി, ഇൻ ദ കോൺട്രാസ്റ്റ്, ഓൾസോ, സോ, ആൻഡ് ഇൻ ഫാക്ട്, ഫർദർ, ഫർദർമോർ, as an example, for instance, but, in addition, because, thus, hence. ഇത്രയും സപ്പോർട്ടിംഗ് പാരഗ്രാഫ് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇത്രയും സാധനം നമ്മൾ അതായത് ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കുഞ്ഞു കടലാസിൽ എഴുതി കൊണ്ടുനടക്കുക, ഇടയ്ക്കിടയ്ക്ക് വായിച്ചുകൊണ്ടിരിക്കുക കൂടുതലായിട്ട്. അപ്പോൾ ഓട്ടോമാറ്റിക് സ്ഥലം വരുമ്പോൾ നമ്മൾ ഉപയോഗിച്ചു തുടങ്ങും. ഇവിടെ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ അതിന്റെ അടുത്ത് നമുക്ക് ഫോർ ഇൻസ്റ്റൻസ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻ എക്സാമ്പിൾ, അസ് ആൻ എക്സാമ്പിൾ എന്ന് പറയുക. അപ്പോൾ നമുക്ക് അങ്ങനെ അത് മാറ്റി അതാണ് റിപ്പീറ്റേഷൻ ഇല്ലാതെ നമ്മൾ ഗ്രാമർ ഉപയോഗിക്കണമെന്ന് പറയുന്നത്. നോക്കിയ കൺക്ലൂഷൻ നോക്കുമ്പോൾ നമുക്ക് therefore, അത് നമ്മൾ സെന്റൻസ് എഴുതുക. ഇൻ കൺക്ലൂഷൻ നമ്മൾ സെന്റൻസ് എഴുതുക. ഇൻ അതർ വേർഡ്സ് പിന്നെ നമ്മുടെ വാക്ക് എഴുതുക. ആസ് എ റിസൾട്ട്, ഫൈനലി, ഇൻ സമ്മറി, ഫ്രം ദി അബവ് സെറ്റ്. ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ എസ്സേക്കകത്ത് ഈ വാക്കുകളിൽ ഒരു 60% ഈ ഒരു വാക്കുകളും 60% ഈ വാക്കുകളും
60% ഈ വാക്കുകളും വന്നിട്ടുണ്ടെങ്കിൽ അത്രയും വാക്കുകൾ തന്നെ എത്ര വേർഡ്സ് ആയി നോക്കി നമുക്ക്. പിന്നെ നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു 20 to 30 വേർഡ്സ് നമുക്ക് അതിന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഈ വാക്കുകളായിട്ട് വരേണ്ട വാക്കുകളാണ്. സോ ഇത് ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാം, ഒന്നുകൊണ്ട് വായിച്ചോളൂ കേട്ടോ. കുറെ കാണാം. നമുക്ക് ഒരു എസ്സേയിലേക്ക് നോക്കാം. അപ്പൊ ഈ ഒരു എസ്സേ വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്കിത് അനലൈസ് ചെയ്ത് നോക്കാം. ഒരു എസ്സേ എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളത് വരാം. ബേസിക്കലി നമുക്ക് അതിന് ആവശ്യം അല്ലേ. ശ്രദ്ധിക്കുക, ഈ എസ്സേക്ക് അത് നോക്കുക. ദ കെയർ ഓഫ് ദി ഓൾഡ് പീപ്പിൾ ഈസ് എ ഗ്രോയിങ് പ്രോബ്ലം. Some say government should care for the old people. Others say that is a family responsibility. Discuss this both views and give your opinion. അപ്പോൾ ആ സെന്റൻസ് എടുത്ത് വായിച്ചു നോക്കുക. ഇതിനകത്ത് എന്താണ്? Some of them the government should care the people. Others say മറ്റൊരു കോൺട്രറി ടോപ്പിക് വന്നിട്ടുണ്ട്. That is family's responsibility. Discuss both these views and give your opinion. നമുക്ക് ഏകദേശം ഐഡിയ കിട്ടിയത് എന്ത് ടൈപ്പുള്ള എസ്സേ നമുക്ക് ഐഡിയ കിട്ടും അല്ലേ. അതിന്റെ ഒപ്പീനിയൻ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രപ്പോസൽ ടൈപ്പ് ഓഫ് എസ്സേ ആണ് സംഭവം. അപ്പൊ നമുക്ക് അതിന്റെ ഫോർമാറ്റ് അപ്പൊ തന്നെ മനസ്സിൽ കൊണ്ടുവരാം. ഓക്കെ, നമുക്ക് ഇന്ന് വായിച്ചു നോക്കാം. The care of the old people is an issue for all over the world, as it is no longer clear who has a responsibility for looking at the old people. ഇതൊരു കോംപ്ലക്സ് സെന്റൻസ് ആണ്. ഇത് ബാസ്കറ്റ് ബാക്കിൽ വെച്ചേക്കുന്നു. പിന്നെ നോ ലോങ്ങർ. ഓക്കെ, അപ്പൊ ടോപ്പിക് സെന്റൻസ് there are two main choices, the government or the family. Find a thesis statement. If the government pays for the care of the old people, this is usually means the old people go to the old people house. In this, people are given equal or high quality care. Countries like, example, topic sentence, explanation. Countries like operate system very efficiently. The problem is that the solution is very expensive. The problem is that the solution is very expensive. അതാണ് ആ പാരഗ്രാഫിന്റെ ടോപ്പിക് സെന്റൻസ്. ഇവിടുത്തെ ടോപ്പിക് നോക്കിയേ, ദ പ്രോബ്ലം ഈസ് ദ സൊല്യൂഷൻ വെരി എക്സ്പെൻസീവ്. അപ്പൊ നമുക്ക് എക്സ്പെൻസീവിനെ കുറിച്ച് എന്ത് പറയാവോ അത് മാത്രമായി താഴത്തേക്ക് വരാവുള്ളൂ അല്ലെ. ഓക്കെ, മണി കംസ് ഫ്രം ദി ടാക്സ്. മെനി കൺട്രീസ് സിംപ്ലി കാൺട്ട് അഫോർഡ് ഇറ്റ്. വളരെ എക്സ്പെൻസീവിനെ കുറിച്ചാണ്. ഇറ്റ് ഈസ് ഓൾസോ ഓഫൻ മീൻ ദാറ്റ് ഓൾഡ് പീപ്പിൾ ഗോ ഇൻ ടു ഹോംസ് വേർ ദേ ന്യൂ നോ വൺ have nothing to do. Okay. The alternative is for families to support the elderly lives. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്ത് ഫാമിലി സപ്പോർട്ടിനെ കുറിച്ച് മാത്രമേ പറയാവുള്ളൂ, എക്സ്പെൻസിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല. In theory, this is provides loving care and it means the old person can be active member of the family. Something belong to family കുറിച്ച് മാത്രമാണ് സെൻറ്റൻസ് വന്നിരിക്കുന്നത്. In practice, ലിംഗിമ്പോഴാണത്. It is often does not work out as the families don't have enough money. So, അവിടെ ഫാമിലി വന്നിട്ടുണ്ട്, മണി അല്ല ഇമ്പോർട്ടൻ്റ് എന്നാണ് ഫാമിലി അല്ലേ. മച്ച് ബേൺസ് ക്രിയേറ്റഡ് ഈസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെ, അതാണ് വാക്കിന്റെ യഥാർത്ഥ അർത്ഥം. ആൻഡ് അവിടെ കോമ കൊടുത്ത, അപ്പൊ ഫാൻ ബോയ്സിന്റെ ആൻഡ് വെച്ചിട്ട് ഒരു സെന്റൻസ് വന്നത് അല്ലെ. ഓൾഡ് പീപ്പിൾ ആർ നെഗ്ലക്റ്റഡ് കണ്ടോ, ആർ നെഗ്ലക്റ്റഡ് ഒരു പാസീവ് വോയിസ് ആണ്. അപ്പൊ നമുക്ക് ആവശ്യമായ സ്ഥലങ്ങളിൽ ഈ സെന്റൻസുകളിലേക്കൊക്കെ നോക്കിയിട്ട് നമുക്ക് വേറൊരു കാര്യം മനസ്സിലാവും. ഇതെല്ലാം സിമിലർ ടൈപ്പ് സെന്റൻസ് അല്ല, എല്ലാം ഡിഫറെന്റ് ടൈപ്പ് സെന്റൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ വി ഹാവ് ടു പ്ലേ ദാറ്റ് ഗെയിം ദർ. വി ഹാവ് ടു ചീറ്റ് ദം. I can see this is happening all around me in my country where there is no government support for old people. അപ്പോ ഇവിടെ ക്യാൻ വെച്ച് സെന്റൻസ് വന്നിട്ട് ഇവിടെ വേറെ ഡിഫറെന്റ് ടൈപ്പ് സെന്റൻസ് വന്നേക്കണേ.
it is clear that neither of these countries is no solution good. Therefore, ഈ therefore എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലിംഗം കൂടെ ആണ് കേട്ടോ. It seems to me that mixture of the two is best solution. Best. The government should provide അത് നമ്മുടെ ഒപ്പീനിയൻ കൊടുത്തിരിക്കണം അല്ലേ, നമ്മുടെ ഒപ്പീനിയൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. പിന്നെ കൺക്ലൂഷൻ കൊടുത്തിരിക്കുന്നത് the government should provide money to the families, look after the elderly relatives. But minimum, think that old people should save up money during their working leaves, look up themselves at old age. അതായത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളിപ്പോ ഇതുപോലെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് ഇവിടുത്തെ അധികം നേഴ്സിംഗ് ഹോമിലൊക്കെ പോവായിരിക്കും അല്ലേ വിചാരിക്കാം. സ്വീഡൻ വെരി ഡെവലപ്ഡ് കൺട്രി ആണോ? സ്വീഡൻ എന്താണ്? സ്വീഡൻ കൺട്രി സാറിനെല്ലാം അറിയാമോ? സ്വീഡൻ എന്ന് പറഞ്ഞ രാജ്യം. സ്വീഡനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതിനെ കുറിച്ച് എന്റെ മലയാളികളുണ്ട് അവിടെ. മലയാളികൾ പോകുന്നുണ്ട്, ഒരുപാട് മലയാളികൾ ഒരിടയ്ക്ക് ഒരുപാട് മലയാളികൾ പോവായിരുന്നു അല്ലേ? എനിക്കറിഞ്ഞൂടാ, ഇനി അങ്ങോട്ടെല്ലാം ട്രൈ ചെയ്താൽ നോക്കി ഓർക്കുമായിരുന്നു. വെയിറ്റ് ചെയ്യാനാ, നമുക്ക് ഒരു 2 ചാൻസ് ഒന്ന് കൊടുക്കാം. ഞാൻ ചുമ്മാ അറിഞ്ഞ സാറേ, കാരണം ഇതിനകത്ത് പറഞ്ഞില്ലേ, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അവര് ആ സിസ്റ്റാണ് ഇത് ചെയ്യുന്നേ, അപ്പൊ അവർക്ക് അത്രയ്ക്ക് സാമ്പത്തികം ഉണ്ട്. അവരുടെ എക്കോണമി ഇപ്പൊ അത്ര ശരിയല്ല, കാരണം ഞാനത് ഇടയ്ക്കിടയ്ക്ക് നോക്കാറുണ്ട്. പക്ഷെ അവിടെ എന്തോ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? സ്വീഡനിൽ അങ്ങനെ ഇഷ്യൂ ഉണ്ട്, ഇംഗ്ലീഷ് അല്ല മെയിൻ ലാംഗ്വേജ്. സ്വീഡിഷ് ലാംഗ്വേജ്. അപ്പൊ ആ ലാംഗ്വേജ് പഠിക്കാതെ അവിടെ എന്തോ ഒരു നേഴ്സുമാർക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ബട്ട് ആ ലാംഗ്വേജ് പഠിക്കാതെ അത് ശരിയാവും കിട്ടുന്നില്ല അവിടെ. അടുത്ത നോക്കാം എന്താ, യൂസിങ് എ കമ്പ്യൂട്ടർ. അടുത്ത എസ് ആട്ടോ, യൂസിങ് എ കമ്പ്യൂട്ടർ എവറി ഡേ. അപ്പൊ ഇതിന്റെ അകത്തേക്ക് അതിന്റെ ഒരു മെയിൻ വീക്ക് പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് റൺ ഓൺ സെന്റൻസസ് വരണം. അതൊന്നും നമുക്കൊന്ന് മാറ്റിയെടുക്കണം. അപ്പൊ അതിന് വേണ്ടി നമുക്കൊരു പണി ചെയ്യാം. ഞാൻ നാളെ ബുധനാഴ്ച, നാളെ വേണ്ട, എന്തൊക്കെയാണ് ഓഫറുള്ള? നാളെ എനിക്ക് ലോങ് ഡേ ആണ്, പിന്നെ വ്യാഴാഴ്ച നൈറ്റ് വരും സാറേ. അങ്ങനെ പണി, നാളെ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഞാൻ സെന്റൻസുകൾ ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യാം, സെന്റൻസ് ഫോർമേഷൻ. അപ്പൊ നമുക്ക് ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് മോർ ഐഡിയ. കാരണം ഇത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് അതിൽ ഫോക്കസ് ചെയ്യണം. യൂസിങ് ദ കമ്പ്യൂട്ടർ എവറി ഡേ ക്യാൻ ഹാവ് മോർ നെഗറ്റീവ് ദാൻ പോസിറ്റീവ് എഫക്ട് ഓൺ ചിൽഡ്രൻ. ഡു യു എഗ്രി ഓർ ഡിസഗ്രി? നമ്മളിപ്പോ ഇത് നോക്കാൻ, നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ എസ്സകൾ ഏകദേശം ഇരിക്കേണ്ടത് എന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടി നോക്കാം. ആ കോപ്പി ആൻഡ് ക്ലിയർ ആയിരുന്ന മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യണം, നല്ലോണം ഫുൾ സിംഗിൾ പണിക്കുള്ള വരണം. അത് നോക്കുക, ഗീവ് റീസൺസ് ഫോർ യുവർ ആൻസർ ആൻഡ് എക്സാമ്പിൾ ഫ്രം യുവർ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്. അതിന് എക്സാമ്പിൾ കൊടുക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നല്ല സൂക്ഷിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ഡു യു എഗ്രി ഓർ ഡിസഗ്രി എന്ന് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്. ഫോർ യുവർ ആൻസർ ഇൻക്ലൂഡ് എനി റിലവന്റ് എക്സാമ്പിൾ ഫോർ യുവർ ഓൺ നോളജ് ഓർ എക്സ്പീരിയൻസ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാക്കി എഴുതുവാൻ പറ്റിക്കഴിഞ്ഞാൽ അത് പറ്റും. അപ്പൊ ഇത് ഭയങ്കര ഒരു കസ്റ്റമേഡ് എസ്സേ ആയിട്ട് മാറുന്നത്. In today's modern world, ആ സെന്റൻസ് ചോദിച്ചാൽ ഇൻ ടുഡേസ് മോഡേൺ വേൾഡ് നമ്മൾ കുറച്ച് നോക്കിയാൽ നമുക്ക് അല്ലെ, കമ്പ്യൂട്ടേഴ്സ് ആർ എസെൻഷ്യൽ പാർട്ട് ഓഫ് എവറിഡേ ലൈഫ്. നോക്കുക, around the globe, children often use computers from the very young age. Although it is important for children to participate in various well-balanced activities, in my opinion. ഇവിടെ പറയാൻ കൊടുത്താൽ നോട്ടാ, ആദ്യത്തെ സെന്റൻസ് നോട്ടാ ടോപ്പിക് സെന്റൻസ്, രണ്ടാമത്തെ സെന്റൻസ് അതിന്റെ ഹുക്ക് സെന്റൻസ്, മൂന്നാം സെന്റൻസ് നോക്കിയേ അതിന്റെ thesis സ്റ്റേറ്റ്മെന്റ്. In my opinion, children who use computer daily are actually developing a critical skill for future success. Based on my views are personal, academic and professional. അപ്പോ ഇതാണ് എന്റെ thesis സ്റ്റേറ്റ്മെന്റ് ആക്ച്വലി അല്ലെ. അടുത്ത പാരാഗ്രാഫ് നോക്കുക, ഫ്രം മൈ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ,
computers as invaluable resource to help young people explore the world around them. അത് അതിന്റെ ടോപ്പിക് സെന്റൻസ്. ബ്രില്യൻ്റ് ആയിട്ട് അവർ എന്താ കൊടുത്തിങ്ങനെ ആദ്യം തന്നെ കൊടുത്തിട്ട് എക്സാമ്പിൾ കൊടുത്തിന് അടുത്തത്. ടോപ്പിക് സെന്റൻസ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് ശരിക്കും എക്സ്പ്ലനേഷൻ വന്നത്, പക്ഷെ എന്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ചിൽഡ്രൻ ഹു യൂസ് ഇന്റർനെറ്റ് ടു സാറ്റിസ്ഫൈ ദ ക്യൂരിയോസിറ്റി അബൌട്ട് ഡൈവേഴ്സ് ടോപ്പിക്സ് ആർ ഓൾറെഡി ബിക്കം ഇൻഡിപെൻഡന്റ് ലേണേഴ്സ്. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണേ നമ്മുടെ സെന്റൻസോട് ബന്ധപ്പെട്ട് കൂടുതൽ ഐഡിയ കിട്ടാൻ വേണ്ടി. ഈ എക്സ്പ്ലനേഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കാര്യം ഒരിക്കലും തിരിച്ച് ചിന്തിക്കുക കേട്ടോ. ആ മുകളിൽ കിടക്കുന്ന സാധനം അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കുവാണ് എന്നൊരു മീനിങ് പറയരുത്. മുകളിൽ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഐഡിയാസ് പറയുന്നതിനാണ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ആ മുകളിൽ ടോപ്പിക് നമ്മൾ വിശകലനം ചെയ്യുമല്ല അവിടെ കേട്ടോ. No other child with a computer is bored by starting early their lives. Children feel totally ease around the computers. Semicolon. ആ സെന്റൻസ് ചോദിച്ചോ. അപ്പോൾ കോമ്പൗണ്ട് സെന്റൻസ് ആണ് അല്ലേ. They are also able to advantage of the wide range of services computers provide. അപ്പോൾ ഇതിന്റെ അകത്ത് ഈ അവസാനത്തെ ഒരു സെന്റൻസിലാണ് അവര് അതിന്റെ അകത്തെ ഇത് കൊണ്ടുവന്നത്, അതായത് കൺക്ലൂഷൻ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ ടോപ്പിക്കിന്റെ അകത്ത് തിരിച്ചിട്ടേക്കുമെന്ന് മാത്രം. അപ്പൊ നമുക്ക് വന്ന ചില റീഡിങ് ടോപ്പിക്കുകൾ ഇങ്ങനെയായിരിക്കും. ആദ്യം ടോപ്പിക് സെന്റൻസ് കൊടുക്കും, ആദ്യത്തെ സെന്റൻസ് എപ്പോഴും ടോപ്പിക് സെന്റൻസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നേരെ എക്സാമ്പിളിലേക്ക് പോയിക്കുക. ഈ നേരെ എക്സാമ്പിളിലേക്ക് പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ കഴിഞ്ഞിട്ട് ഒന്നുകൂടെ എക്സ്പ്ലനേഷൻ അവർ പറയാനുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് വായിക്കുന്ന ആൾക്ക് നല്ലോണം മനസ്സിലാകും എന്നൊരു ഇത് നല്ലോണം അങ്ങനെ പറയുക. അടുത്തതിക്കുക, from an academic point of view, children have no choice but master technological invention. Topic sentence. For instance, when I was in university, students brought their laptops to class to take notes, do research, and exchange information. They wrote assignments and explanation, created presentations, and developed a database. ഈ എക്സാമ്പിളുമായിട്ട് ബന്ധപ്പെട്ടാണ് എക്സ്പ്ലനേഷൻ വന്നത് നോക്കട്ടോ. ചിൽഡ്രൻ ഹു ബിൽഡ് early confidence and experience in these abilities are distinct advantage for those who are not. അടുത്ത നോക്കുക, from professional perspective, the computer has found a permanent place in the workplace. Topic sentence. Today, employees still pay to provide computer training to their employees. Tomorrow, corporations will Today, employees still pay to provide computer training to their employees. Tomorrow, corporations will expect prospective job applications to are already processed. These critical job skills. Consequently, parents who encourage their child to use computer for a reasonable period of time daily are in fact investing the child's future career. And the conclusion. In conclusion, there is no doubt that the computer is as a technological tool used here today. The sooner the children become the computer literate, the better many aspects of the future lives. നമ്മൾ ഈ എസ്സേ വായിച്ചു, ഈ സെയിം എസ്സേ തന്നെയാണ് അടുത്തത് പറഞ്ഞത് കേട്ടോ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിന് വേറൊരു കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഇങ്ങനെ എഴുതുന്നത്. സെയിം ടോപ്പിക് തന്നെ മറ്റൊരു രീതിയിൽ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ essay 2. ഇതിപ്പോ നമ്മള് കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്നും കൂടെ ആ സെയിം ടോപ്പിക് ഒന്നും കൂടി എങ്ങനെ റീറൈറ്റ് ചെയ്യാം എന്നുള്ളതിന്റെ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സെയിം ടോപ്പിക് നോക്കുക. ഇൻ മോഡേൺ വേൾഡ്, കമ്പ്യൂട്ടേഴ്സ് നീഡ് എവറി ഡേ. ഓക്കെ, അറൌണ്ട് ദ വേൾഡ് ചിൽഡ്രൻ യൂസ് കമ്പ്യൂട്ടേഴ്സ് ഫ്രം ദ ടൈം ദേ ആർ ലിറ്റിൽ. ഓക്കെ, ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ചിൽഡ്രൻ ഷുഡ് ഹാവ് ഫൺ വെൻ ദേ ആർ യങ്. ഈ വാക്ക് ശ്രദ്ധിക്കുക, ഫൺ. ഒരിക്കലും നമ്മൾ അക്കാദമിക് ഒന്നും കാണാൻ വരാൻ പാടില്ല കേട്ടോ. It's not a good idea. However, in my opinion,
The children who knows how to use the computer will be more successful in the future. My reasons for this view are personal, academic, and professional. Okay. അടുത്തതിരിക്കുക. അപ്പോൾ അത് ടോപ്പിക് സെന്റൻസ് ഉണ്ട്, അതിൻ്റെ ഹുക്ക് സെന്റൻസ് ഉണ്ട്, എൻ്റെ ഒരു തിസിസ് സ്റ്റേറ്റ്മെന്റും ഉണ്ട്. ഫ്രം പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ നമ്മുടെ റീറൈറ്റ് ചെയ്തിരിക്കണം. അതായത് ഈ സെന്റൻസ് അങ്ങനെ ഈ എസ് അങ്ങനെ റീറൈറ്റ് ചെയ്തിരിക്കുകയാണ്. മൈ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ, computers can help young people to learn more about the world. For example, some children use the internet to find information on different subjects. In this way, അതിന്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. ടോപ്പിക് സെന്റൻസ് ആണ്, എക്സാമ്പിൾ ആണ്, എക്സ്പ്ലനേഷൻ ആണ്. By using computer when they are little, children feel more comfortable around computers. They also know how to use computer in different reasons. Okay. What is academic point of view? Topic sentence, explanation, example, explanation, conclusion. From the academic point of view, children have learned how to use this new invention. For instance, when I was in college, many students used to bring their laptops to class. Okay. They used to take notes, do share information. They wrote their essays and made presentations and created a useful list. Children who can use the computer when they are young, they have more confidence than other children. Okay. From the professional perspective, computer is found is very obvious. Today, employers will still hire the people who cannot use the computer. Give them computer training. Give them computer training. Training in computer എന്ന് പറയുന്നത് computer training പറയാൻ പറ്റില്ല. Yeah, sort of academic വരില്ല. As a result, by encouraging children to use the computers in short time every day, parents are preparing their children for future jobs. In conclusion, it is clear that computers are now a part of our regular life. Children who can use the computer easily and confidently will get a better future. നമ്മൾ എന്തിനാ 2 എസ്സേ വായിച്ചതുണ്ടോ? നോക്കിയേ, ആദ്യത്തെ എസ്സേക്ക് സ്കോർ വന്നിരിക്കുന്നത് 8 to 9 ആണ്. ഓക്കെ. രണ്ടാമത് സെയിം എസ്സേ തന്നെ ആദ്യം എഴുതിയ ആൾ വന്നിരിക്കുന്നത് 6 to 7 ആണ്. അപ്പോ നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ ടാർഗറ്റ് എത്തിയാൽ മതി, നമുക്ക് 7 കിട്ടിയാൽ മതി. സോ വി വാണ്ട് ദിസ് ടാർഗറ്റ്, അച്ചീവ് എ ടാർഗറ്റ്, ബട്ട് അവർ എയിമിംഗ് ടാർഗറ്റ് ഈസ് this one. ഇതിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു എസ്സേ തന്നെ 2 പേര് എഴുതിയിരിക്കുന്നത് കാണും. അപ്പോ ആദ്യത്തെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വെറൈറ്റി ഓഫ് സെന്റൻസസ്, അതിന്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ അക്കാദമിക് വാക്കുകൾ, ഓക്കെ. രണ്ടാമത്തെ അകത്ത് വന്നു കഴിഞ്ഞപ്പോ ഫണ്ണ്, അങ്ങനത്തെ കുറെ അക്കാദമിക് അല്ലാത്ത കുറെ വാക്കുകൾ കയറി വന്നു. സെന്റൻസ് ഫോർമേഷൻ കുറവായിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞ ആ ഐഡിയാസ് നല്ലവണ്ണം പ്രസന്റ് ചെയ്തിട്ടില്ല. ഈവൻ ദോ ഈ എസ്സേ നല്ലവണ്ണം എന്താ പറഞ്ഞ ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ. അപ്പോ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ എസ്സേ ആദ്യത്തെ സ്റ്റൈലിൽ പറയാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരേ ഒരു കാര്യം ചെയ്താൽ മതി ബേസിക്കലി. അതായത് ആദ്യത്തെ എസ്സേക്കകത്തും രണ്ടാമത്തെ എസ്സേക്കകത്തും സെയിം ടോപ്പിക് തന്നെ. ഓക്കെ. അപ്പോ എന്തുകൊണ്ട് ആദ്യത്തെ എസ്സേക്ക് 8 to 9 കൊടുത്തു, രണ്ടാമത്തെ കാരണം ഒന്ന്, ആ ക്വസ്റ്റ്യന് കൃത്യമായിട്ട് ആൻസർ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് സ്ട്രക്ചർ ആണോ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്? ഓക്കെ. അപ്പോ ഈ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ എസ്സേക്ക് മാർക്ക് കിട്ടും. അതായത് ഹൗ ആർ റിട്ടൺ 250 to 300 വേർഡ്സ് ഉണ്ട്. ഡു ഐ ക്ലിയർലി ഐഡന്റിഫൈ ദ ടാസ്ക് ഇൻ ദ ഇൻട്രൊഡക്ഷൻ? ആദ്യത്തെ എസ്സേക്കകത്ത് നല്ലവണ്ണം ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യേണ്ട ടാസ്ക്. ഡു ഐ സ്റ്റേറ്റ് മൈ പൊസിഷൻ, ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ? യെസ്. That's the each paragraph task. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് 25% മാർക്ക് കിട്ടുന്നത്. ആ 25% മാർക്ക് നമ്മൾ ഈ ഓരോ ടോപ്പിക് എടുത്തുകൊണ്ട് നമ്മൾ ആദ്യത്തെ എസ്സേ പോയി കാണാൻ പറ്റും. രണ്ടാമത്തെ നോക്കിയേ,
Do I use paragraph? At the 25% mark. Is there a clear introduction, a main argument, conclusion? Main argument. That's the thesis statement and the conclusion. How I use examples and reasons. Okay. Do my sentences like link to the? That's very important. Link to the parayumbo, nammal korchu munpu kanda idea join ചെയ്തു പോകുന്നുണ്ടോ? How I use punctuation. എവിടെയാണ് കോമ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് കോമ ഉപയോഗിക്കേണ്ടത്? How I use transitional connecting phrases. ആദ്യത്തെ നല്ലവണ്ണം കണക്റ്റിംഗ് ഫ്രേസ് ഉപയോഗിച്ചിട്ടുണ്ട്. ട്രാൻസിഷൻ നമ്മൾ ആദ്യം കണ്ടു, എന്താണ് ട്രാൻസിഷണൽ കണക്റ്റിംഗ് ഫ്രേസ് നമ്മൾ കണ്ടിരുന്നു. അടുത്ത നോക്കുക, ലാക്ഷർ റിസോഴ്സസ്. How I repeated the word of the question? No. Are there any words or repeat constantly? ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് അറിയാൻ പാകത്തൊരു വാക്കൊന്നുമില്ല, പക്ഷെ നമ്മൾ ആ സെയിം വാക്കുകൾ ഡിഫറെന്റ് ഉപയോഗിച്ചിട്ടുണ്ടോ? How I use some academic vocabulary? അല്ലോ, ഈ ഫൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അക്കാദമിക് വൊക്കാബുലറി അല്ല. സോ വി ആർ കെയർഫുൾ അബൌട്ട് യൂസിങ് ദാറ്റ് കൈൻഡ് ഓഫ് വേർഡ്സ്. ചില ആൾക്കാർ പറഞ്ഞാൽ അച്ചടി ഭാഷ സംസാരിക്കുന്ന പറയാനുണ്ട്. അച്ചടി ഭാഷയിൽ മലയാളം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സിനിമ തന്നെയുണ്ട്. ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്, അതൊരു മധുവിന്റെ സിനിമ ആണ്. പുള്ളി മലയാളത്തില് അച്ചടി ഭാഷ മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഒരു ബ്രില്യൻ സിനിമ. മലയാളം പുള്ളിക്ക് പറയാം എന്ന് പറഞ്ഞ പോലെ അക്കാദമിക് ഒക്കാബുലറി ഉണ്ട്. അത് അക്കാദമിക് ഒക്കാബുലറി നമ്മൾ കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. അത് കൊളോക്കിയൽ ലാംഗ്വേജിൽ വ്യത്യാസം മാത്രമേ ഉള്ളൂ. How is vocabulary specific topic for question? ഇതാണ് ഇമ്പോർട്ടന്റ്. നമ്മളിപ്പോ ഇത്രയും പഠിച്ചു എന്നതുകൊണ്ട് കാര്യമില്ല, ആ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കിന്റെ അകത്തുള്ള വേണ്ട ഒക്കാബുലറി നമ്മൾ ഉപയോഗിച്ചൊന്ന് നോക്കണം. മനസ്സിലാണോ? ഇപ്പൊ ഇക്കോണമിക്സിനെ പറ്റി എഴുതുമ്പോൾ ബയോളജിയിൽ ഉപയോഗിക്കുന്ന ആ സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. ഇക്കോണമിക്സുമായിട്ട് ബന്ധപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, check my verb tenses. Very, very important. Are my sentences between 15 and 25 long? നമുക്ക് 15 ലോങ് മതി, 25 കിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 25 വരെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലത്. പക്ഷെ നമുക്കത് ഇല്ലെങ്കിലും വി ക്യാൻ മാനേജ് ഇറ്റ്. കാരണം നമുക്ക് പറയാനുള്ള കാര്യം നമുക്ക് പറഞ്ഞാൽ മാത്രം മതി. പക്ഷെ അവിടെ നമ്മൾ വെറൈറ്റിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോ ഇപ്പൊ എന്താ കണ്ടത്, ഞാനിത് കണ്ടത് ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് സെയിം ടോപ്പിക്ക് 2 പേര് എഴുതിയത് എന്തുകൊണ്ടാണ് ആദ്യത്തെ ആൾക്ക് മാർക്ക് കിട്ടിയത്. അപ്പോ നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് നമ്മൾ ചിന്തിക്കണം, വാട്ട് ഐ വാണ്ട് ടു ഡു. ഓക്കെ, സോ ദിസ് ഈസ് ദ വേ ഇറ്റ് ഈസ്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ശരിക്കും നമ്മൾ ഇത്രയും ദിവസം പഠിച്ചുകൊണ്ടിരുന്ന സെന്റൻസിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി എസ്സേകൾ നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കുക, എങ്ങനെ ഒരു എസ്സേ ഇരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറെ എസ്സേ കാണണം. ഓക്കെ, അപ്പൊ കുറെ എസ്സേ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും, ഇങ്ങനെ ഇരിക്കുന്ന എസ്സേ ഇങ്ങനെ ഇരുന്നാലാണ് അപ്പൊ ഈ ഒരു ലെവലിലാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് സെന്റൻസിലേക്ക് പോവാം കേട്ടോ. അപ്പൊ ഇതുകൊണ്ട് നല്ലോണം തറമാവാൻ വേണ്ടിയിട്ടാണ്. വായിച്ച് ഓക്കെ, നമുക്ക് ഈ ഒരു ടാസ്ക് 1 നമുക്ക് നോക്കാം. You should spend about 10-20 minutes on this task. Okay. The chart below shows the number of the men and women in further education in Britain in 3 periods, whether they are studying full-time or part-time. Summarize the information by selecting and reporting the main features. Make comparisons wherever relevant. നമ്മുടെ ക്വസ്റ്റ്യൻ ഇപ്പൊ നമുക്ക് നല്ല വണ്ണം മനസ്സിലായി അല്ലെ. നമ്മുടെ ടാസ്ക് എന്നിട്ടാ ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മുടെ ടാസ്ക് എന്നിട്ടാ സമ്മറൈസ് ഇൻഫർമേഷൻ, സെലക്ടിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ദ മെയിൻ ഫീച്ചേഴ്സ്. 10 ഫീച്ചർ കണ്ടുപിടിക്കാൻ പറ്റും. മേക്ക് കമ്പാരിസൺ wherever relevant. ക്വസ്റ്റ്യൻ എന്താ? Chart below shows the number of the men and women in further education in 3 periods. In 3 periods, whether they are studying full-time or part-time. അപ്പോൾ നോക്കാം. മുകളിൽ നോക്കുക, മെയിൽ ഫീമെയിൽ കാലഘട്ടങ്ങൾ
എക്സാക്സിന്റെ കാര്യം വായിച്ചു നോക്കാം. 70 തൊട്ട് 91 വരെയുള്ള കാലഘട്ടം 1, 2, 6 വർഷത്തെ കൊടുത്തിട്ടുണ്ട്. ഗ്രീന് കൊടുത്തിരിക്കുന്നത് പാർട്ട് ടൈം ആണ്, റെഡ് കൊടുക്കുന്നത് ഫുൾ ടൈം ആണ്. അത് നമുക്ക് ഗ്രാഫിന്റെ പുറത്തുള്ള കാര്യങ്ങൾ വായിക്കാം കേട്ടോ. കാരണം ഈ പുറത്തുള്ള കാര്യങ്ങളുടെ ഒരു സംഭവമായിരിക്കും അകത്ത് കൊടുക്കുന്നത്. സോ വി ആർ റൗണ്ടിങ് ദ ഗ്രാഫ് നൗ. മെയിൽ ഉണ്ട്, ഫീമെയിൽ ഉണ്ട്, പാർട്ട് ടൈം, ഫുൾ ടൈം. ഓക്കെ, ഇയർ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് 0 to now thousands in further reductions. ഇത് ആയിരങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത്. പാർട്ട് ടൈം 1970 കാലഘട്ടങ്ങളിൽ 1000 പേരുണ്ടായിരുന്നു. പേര് കുറഞ്ഞു. ഇത് സംഭവം വന്നു. പാർട്ട് ടൈം ഏറ്റവും അധികം, അപ്പൊ ആദ്യം നമ്മൾ ഏറ്റവും അധികം ഉള്ളതും ഏറ്റവും കുറവുള്ളൂ അല്ലെ. പാർട്ട് ടൈം ഏറ്റവും അധികം ജോയിൻ ചെയ്തത് 90 കാലഘട്ടങ്ങളിലാണ്. ഏറ്റവും കുറവ് പാർട്ട് ടൈം വന്നത് 70-ലാണ്. സോറി, ഫീമെയിൽ ആൻഡ് മെയിൽ കൊടുത്തു, ഞാൻ സെർച്ചില്ല കേട്ടോ. എനിക്ക് പറ്റിയ അർത്ഥം കണ്ടോ, ഇത് മെയിലിനെ കുറിച്ചുള്ളതും ഫീമെയിലിനെ കുറിച്ചും ഒന്നാണ്. ഞാൻ അവിടെ മിസ്റ്റേക്ക് ആയിട്ട് റീഡ് ചെയ്തു. ഞാൻ എസ് മുമ്പ് കണ്ടിട്ടില്ല. ഐ എം റീഡിങ് ഫസ്റ്റ് ടൈം എസ്. ഓക്കെ, അപ്പൊ ഞാൻ റീഡ് ചെയ്തിട്ടേ. അപ്പൊ ഫീമെയിലിനെ കുറിച്ചാണ് 70 തൊട്ട് ഇത്ര വന്നിരിക്കണേ. ഇത് മെയിലിനെ കുറിച്ചാണ്. അപ്പൊ ഫുൾ ടൈം, ഫാൾ ടൈം, തൗസൻഡ്സ്. സോ ഇത് മെയിലിന്റെ 70 തൊട്ട് 91 വരെ മെയിലാ കൊടുത്തിരിക്കണേ. വീണ്ടും 70 തൊട്ട് 91 വരെ ഫീമെയിലിന്റെ കൊടുത്തിരിക്കണേ. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ കൊടുക്കണ്ടല്ലേ ആദ്യത്തെ സൈഡിലല്ല, അതെന്ന് പറയുമ്പോൾ തൗസൻഡ്സ് ഇൻ ഫ്യൂച്ചർ. ഇവിടെ നമ്പേഴ്സ് അല്ലേ കൊടുത്തിരിക്കണേ. അതെ, പക്ഷെ അല്ല പാർട്ട് ടൈം ഫുൾ ടൈം എഡ്യൂക്കേഷൻ സൈഡിൽ ബ്ലൂം മറ്റൊന്ന് കൊടുത്തുണ്ടോ? അത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അകത്ത് അവർ രണ്ടായി ഡിവൈഡ് ചെയ്തേക്കാറ്. അതാണ്. പക്ഷെ ഞാൻ അപ്പൊ സാധാരണ അങ്ങനെ ഒരു കൊടുക്കാനായിരുന്നു. ഇതിനകത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ഇയറിന് നടുക്കൊണ്ടിട്ടാണ് കേട്ടോ. ഇപ്പൊ എനിക്ക് പറ്റി കൺഫ്യൂസ്. ഞാൻ എസ് ഐ മുമ്പ് കണ്ടല്ലോ, ഞാൻ ജസ്റ്റ് സാധാരണ ഇത് വായിക്കാം. സോ ഐ കൺഫ്യൂസ്ഡ്. പക്ഷെ ഞാനിപ്പോ സാറ് വായിച്ചപ്പോഴും ഞാൻ ഇങ്ങനെ മെയിൽ ഫീമെയിൽ ഏതാന്ന് ഇങ്ങനെ ഞാനിങ്ങനെ നോക്കുവായിരുന്നു. വെരി ഗുഡ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആൻഡ് ഐ എം വെരി ഇംപ്രസ്ഡ് വിത്ത് ദാറ്റ്. വെരി ഗുഡ്. അപ്പോ കാരണം അപ്പൊ നമ്മള് ആ ഒരു ലെവലിലേക്ക് പോകണം. അപ്പൊ നമ്മൾ ആ ഇതിന് ഔട്ട്സൈഡ് വായിക്കുക. അപ്പൊ മെയിലിലെ ഏറ്റവും കൂടുതൽ, മെയിൽ ഏറ്റവും കുറവ്, മെയിൽ ഏറ്റവും കൂടുതൽ, മെയിൽ ഏറ്റവും കുറവ്. ഓക്കെ, ഫീമെയിലിന്റെ ഏറ്റവും കുറവ് കൂടുതൽ. ഓക്കെ, മെയിലും ഫീമെയിലും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മെയിൽ വന്നാണ് ഇവിടെ, ഫീമെയിൽ വന്നാണ് ഇവിടെ. ഏറ്റവും കുറവ് മെയിൽ വന്നാണ് ഇവിടെ, ഫീമെയിൽ വന്നാണ് ഇവിടെ. ഏറ്റവും കുറവ് ഫീമെയിൽ വന്നാണ് ഇവിടെ, മെയിൽ വന്നാണ് ഇവിടെ. ഇത്ര ഐഡിയ നമുക്ക് കിട്ടി. നമ്മൾ എസ് എക്കാരൻ നമുക്ക് അത്രയും കാര്യങ്ങൾ മനസ്സിലായി. നമ്മൾ 5-6 പോയിന്റ് എടുത്തു. ഇനിത്തെ കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതാ. ഇനി നമ്മള് ഈ ബാർ ചാർട്ട് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ്, നമ്മൾ കുറച്ചും മുമ്പ് കണ്ട പോലെ ആ പർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടത്, ആ പർട്ടിക്കുലർ ടൈപ്പ് ബാർ ചാർട്ട് എഴുതാനായിട്ട് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വൊക്കാബുലറി ഉപയോഗിക്കാവുള്ളൂ. ആ വൊക്കാബുലറി ഇപ്പൊ നമ്മൾ സെന്റൻസ് നോക്കണ്ട, ആ വൊക്കാബുലറി എന്തൊക്കെ നമുക്ക് നോക്കാം. ഇതിനകത്ത് പോയിട്ട് ദ ബാർ ചാർട്ട് ഇല്ലസ്ട്രേറ്റ്സ് ഹൗ മെനി മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഹാവ് സ്റ്റഡീഡ് ഫുൾ ടൈം and part-time education following years. Okay, it is clear that in all three time periods, more people, both sexes, kando male and female nu parnadinu pagaram both sexes naki maati. Brilliant. Were involved in part-time education than full-time. അത് ഉണ്ടാക്കി വെച്ചിരുന്ന രീതി കണ്ടോ. അത് മലയാളത്തിൽ പറയാൻ പറയാൻ പറ്റില്ല കേട്ടോ. ഓവറോൾ the number of men full education rose from approximately 100,000 to 2,000, whereas the number of men in part-time was lower. അപ്പൊ റോസ് ആയി, ലോവർ ആയി. ആ വാക്ക് ശ്രദ്ധിക്കുക. In the early 90s കണ്ടോ. നമ്മൾ എഴുതും നമ്മൾ നാച്ചുറൽ ആയിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും? in 1990 എഴുതും അല്ലേ? നോ, in early 90s. വാക്ക് ശ്രദ്ധിക്കുക. 20 years earlier than 20 years earlier. അപ്പൊ ആ 20 years earlier അപ്പൊ നമുക്കത് മറ്റേപ്പാന്ന് പറയാം, 20 years before എന്നൊക്കെ പറയാം.
പക്ഷെ ആ earlier 20 years, early 90s ആ വാക്കുകളാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ്. ഈ വാക്കുകൾ ബാർ ചാർട്ടിന് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ, മോസ്റ്റ്ലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ, ഉപയോഗിക്കാറൊന്നുമില്ല. As far as women are concerned, കണ്ടോ ഞാൻ ഇന്നലെ പറയാൻ ശ്രദ്ധിക്കേ, as far as women are concerned, number increase in both sectors in education. ഇത് കോമൺ സെൻസ് ആ, ക്ലാസ്സിൽ ഫ്രണ്ടിൽ വെച്ചോണ്ട്. The number of the part-time female students increased dramatically from 700,000 to 1-2 million in the 20-year period. അവരത് ശരിക്കും പറഞ്ഞാൽ നമ്മളിത് നേരെ തൊട്ടാൽ മതി, പക്ഷെ ഒരിക്കലും നേരെ തുറന്ന് എല്ലാം വളഞ്ഞ് നമ്മുടെ മൂക്കിൽ തുറന്ന പരിപാടിയാണ് കംപ്ലീറ്റ് ഉണ്ടാക്കിയത് തന്നെ കേട്ടോ. The amount of women in full-time education went up. ചോദിച്ചോ, amount of women, number of women അല്ല പറഞ്ഞേ, amount of women went up more gradually എന്ന് പറയുമ്പോ ഒരു യെസ്. അപ്പൊ അത് അത്ര ഇതായിട്ടാണ് ചെയ്തിരിക്കട്ടെ. ഫ്രം 100,000 in 1971 in just over 200,000 in 1991. അപ്പൊ അതിന്റെ ഏതേ രീതി ശ്രദ്ധിക്കുക, 100,000. നമുക്ക് വേണമെങ്കിൽ ഇവിടെ കുറച്ച് ടിപ്പിന് 3 പൂജ്യം ഇടാം അല്ലെ, ഇവിടെ 203 പൂജ്യങ്ങൾ ഇടാം. That is not the language. This was similar. The increase of full-time male students. To sum up, the number of women in both sectors increased significantly, while it seems to have rate of the men entering the part-time education decreased a little, was fluctuating. അപ്പോൾ ആ ഫ്ലക്ച്വേറ്റ് എന്നുള്ള വാക്ക് നമുക്ക് ഇത് നമ്മളിപ്പോ ഇന്നത്തെ നമ്മുടെ ടാസ്ക് 2 എസ്സേ കമ്പയർ ചെയ്യണം. ആദ്യത്തെ നമ്മൾ കമ്പയർ ചെയ്ത് സെയിം ടോപ്പിക് തന്നെ രണ്ടുപേരെ എഴുതിയേക്കുന്നത്, അതിൽ വ്യത്യസ്തം നമ്മൾ കണ്ടു. രണ്ടാം നോക്കുക, അടുത്ത ഗ്രാഫ് നോക്കിയേ. You are advised to spend 20 minutes on this task. The graph below gives information on the weight of chili over 10-year period. Write a report for a university tutor describing information shown. You should write at least 150 words. ഈ എസ്സേ നമ്മുടെ മുമ്പ് കണ്ട ഗ്രാഫുമായിട്ട് ഒരു വലിയ വ്യത്യാസം ഉണ്ടല്ലേ. കാരണം ഇതിന്റെ അകത്ത് നമ്മളോട് നോക്കുക, summarize the information by selecting and reporting main features and make comparison wherever relevant. ഇതിനകത്ത് ക്വസ്റ്റ്യൻ നോക്കി, write a report for a university tutor describing the information shown. അപ്പൊ അവിടെ നമുക്ക് സെലക്ട് ചെയ്യണ്ട, നമുക്ക് കമ്പയർ ചെയ്യണ്ട, നമുക്ക് ഇമ്പോർട്ടന്റ് ഫീച്ചർ പറയും, ഇമ്പോർട്ടന്റ് ഫീച്ചർ മാത്രം എഴുതിയാൽ മതി. ട്രിക്കി ക്വസ്റ്റ്യനാണ്. കാരണം നമ്മള് ആ മറ്റേ ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരാൻ പോണേ. അപ്പോ സാധാരണ ഗ്രാഫ് പഠിക്കുന്ന പിള്ളേര് ഗ്രാഫിന്റെ ടോപ്പിക്ക് പഠിച്ചു വെച്ച് കുറെ കണവം പഠിച്ച പിള്ളേർ എന്ത് ചെയ്യും, ഈ സാധനം കിട്ടുമ്പോ തന്നെ ചാടി കയറി പോകും. എന്നിട്ട് ആവശ്യമില്ലാത്തടത്ത് കുറച്ച് കമ്പയർ ചെയ്ത് വെക്കും. കമ്പാരിസൺ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മൂവി വായിക്കാം. ഗ്രോത്ത് റേറ്റ് ഇൻ വേജസ്. ഓക്കെ, പിന്നെ എക്സ് ആക്സിസിൽ 1993 to 2003 ഇയേഴ്സ് നോക്കുക. പെർസെൻറ്റേജ് ഗ്രോത്ത് ഇൻ വേജ്. ഓക്കെ, അതാണ് നമ്മുടെ കളി. അപ്പൊ അത് പെർസെൻറ്റേജിലാണ് പറഞ്ഞിരിക്കുന്നത്. 1%, 2%, 3%, 4%. ഓക്കെ, നമുക്ക് ചുമ്മാ ഈ ടോപ്പിക് ആണെങ്കിൽ ചുമ്മാ നോക്കാം. 92 പിന്നെ അത് 3ലേക്ക് 4% കൂടി, പിന്നെ അതൊരു 1%, 1.5% കുറഞ്ഞു, പിന്നെ അവിടുന്ന് വീണ്ടും 6% വീണ്ടും കൂടി, പിന്നെ അവിടുന്ന് ഒരു 3% ഒറ്റയടി താഴത്തേക്ക് പോന്നു, പിന്നെ കുറച്ച് നേരെ പോയി, പിന്നെ വീണ്ടും അവിടുന്ന് 2% വീണ്ടും താഴത്തേക്ക് പോന്നു, പിന്നെ അവിടുന്ന് ഒരു 1% വീണ്ടും മുകളിലേക്ക് പോന്നു. അത്രയും കുറഞ്ഞ ഇൻഫർമേഷൻ. ഇനി എസ്സേ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, 2 ടൈപ്പുള്ള എസ്സേ ആണ്. അപ്പൊ ആദ്യത്തെ ടൈപ്പിലേക്ക് ഈ ടൈപ്പിൽ നമ്മൾ വ്യത്യാസം വായിച്ചു നോക്കാം. ഇതിന്റെ അകത്ത് ഉപയോഗിക്കുന്ന ഒക്കാബിലിറ്റി നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം കണ്ട ഒക്കാബിലിറ്റി എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കാം. അതാണ് പുതിയതായിട്ട് ഒക്കാബിലിറ്റി നമുക്ക് നോക്കാം. The line graph shows the growth of wages in Chile from 1993 to 2003.
it is evident that there are substantial changes over the 10-year period described in the graph. Okay, it is evident. Substantial changes over the 10-year period described in 1993. നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണ് the growth commenced at 2%. ശ്രദ്ധിക്കുക എന്താ commenced. Started എന്നോ begin എന്നോ അല്ല ഉപയോഗിച്ചേ commenced. Important, okay? At 2%. However, did not say there increased rapidly to 4% by 2094. Over the next 2 years, percentage declined. ഞാൻ വായിച്ചത് ഞാൻ എനിക്ക് ഓർമ്മയുണ്ടോ, ഞാൻ അങ്ങനെയല്ല വായിച്ചത്. Over the 2 years, next 2 years, percentage declined to 3%. Over the next 2 years. ആ ഒരു ഗ്യാപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ? ഈ ഗ്യാപ്പ് മുതൽ ഈ ഗ്യാപ്പുകൾ എക്സ്പ്ലെയിൻ ഓവർ 2 years എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഗ്യാപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്തേക്കണേ. ഉപയോഗിച്ച ഭാഗം ശ്രദ്ധിക്കുക. Declined 3% before starting to rise steeply, ending up 6% in 1998. Okay. 1998 ഇവിടെ വരെ വന്നതിനെ കുറിച്ചാണ് ഇത് പറഞ്ഞത്. പക്ഷെ അത് പറഞ്ഞുക തിരിച്ചാ പറഞ്ഞത്. ബിഫോർ സ്റ്റാർട്ടിംഗ് ടു റൈസ് സ്റ്റീപ്ലി എൻഡിങ് അപ്പ് 16,000. അപ്പൊ ഇതിനെക്കുറിച്ച് ആദ്യം മെയിനായിട്ട് പറഞ്ഞിരിക്കണമെങ്കിലും മറ്റേതിനെ കുറിച്ച് കൃത്യമായിട്ട് വേറെ രീതിയിൽ തല തിരിച്ചു വെച്ചിരിക്കുകയാണ്. എന്തും തല തിരിച്ചാൽ ചിന്തിക്കാവുള്ളൂ. However, in 1998 the values dropped consistently nearly every year. അപ്പൊ വെച്ചേ consistently nearly every year. സെമിക്കോണ്ടൊക്കെ അത് the lowest period being 1% year 2002. Between 2002 and 2003, the percentage began rising again, but more moderately, 2%. More moderately. Began rising again. It is important to note that 2002 was the only year which had a lower percentage than 2%. Which had a lower percentage since beginning the data of 1993. അപ്പൊ അത് വീണ്ടും തല തിരിച്ചു പറഞ്ഞേക്കണേ. പറയാനുള്ള കാര്യം തല തിരിച്ചു പറഞ്ഞേക്കണം. This confirms that the percentage begins and finishes at the same percentage from 1993 to 2003. However, goes through the large changes during 10 years. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് എസ് നമ്മൾ കണ്ടത്. ആദ്യത്തെ നമ്മൾ ഡിസ്ക്രൈബ്, സെലക്ടിങ്, മാച്ചിങ് അല്ലെങ്കിൽ എന്താ പറഞ്ഞ കമ്പയറിങ് ഉണ്ട്. രണ്ടാമത്തത് വെറും ഒരു ലെറ്റർ എഴുതാനാ പറഞ്ഞത്. മൂന്നാമത്തെ ടൈപ്പ് എങ്ങനെ നോക്കി നമുക്ക് യുവർ അഡ്വൈസ് സ്പെൻഡ് മാക്സിമം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എസ് എക്കാത്ത് നമ്മൾ എല്ലാ ഒക്കാബുലറി പഠിച്ചാലും അത് ഇവിടെ പ്രയോജനം വരില്ല. കാരണം ഇത് ലൈൻ ഗ്രാഫിന്റെ ഒക്കാബുലറിയാ. ദാറ്റ് ഈസ് ഡിഫറെന്റ്. ഓക്കെ, അടുത്ത നോക്കുക. യുവർ അഡ്വൈസ് ടു സ്പെൻഡ് എ മാക്സിമം 20 minutes on this task. The task below describes percentage of the homeschooled students in Ireland in 1999 to 2004. Write a report for a university lecture describing the information shown. ഈ എസ് എക്കകത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറെ പിള്ളേര് ഈ എസ് എയുടെ മെയിൻ തീം കമ്പാരിസൺ ആയതുകൊണ്ട് കമ്പയർ വെക്കും. കമ്പയർ വെക്കണമെന്ന് പറഞ്ഞാൽ യു ക്യാൻ കമ്പയർ ഇറ്റ്, നോ വറീസ്, ബട്ട് ഇറ്റ് ഇസ് നോട്ട് നെസസറി. നോക്കുക, ഗ്രേഡ് ആൻഡ് ഇയർ. ഓക്കെ, 1999, 2000, 2001, 2, 3, 4. ഓക്കെ, കിൻഡർ ഗാർഡൻ, ഗ്രേഡ് 1 to 3, 2 to 4. ഓക്കെ, ടേബിളില് 2.45, 2.67, 9, 2.9, 1.5. ഓക്കെ ഓക്കെ ഓക്കെ, കോംപ്ലിക്കേറ്റഡ് അല്ലേ? ഇത്ര കോംപ്ലിക്കേറ്റഡ് നമുക്ക് ആൻസർ എന്താ നോക്കാം. ഇതിപ്പോ ഇത്ര കോംപ്ലിക്കേറ്റഡ് പറയാൻ കാരണം ഇത് ഒരുപാട് അക്കങ്ങൾ വന്നിട്ട് അക്കങ്ങളുണ്ട്. ശരിയാ, കാണുമ്പോ നമുക്ക് വട്ടുപിടി.
അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? അപ്പോ ഈ സാധനം കമ്പയർ ചെയ്യാതെ ഈ കിൻഡർ ഗാർഡനിലേക്ക് മാത്രം നോക്കിയാൽ എന്താ? അപ്പൊ അതെല്ലാം 2 ആയിട്ട് ബന്ധപ്പെട്ട വന്നാണ് അല്ലെ. ഗ്രേഡ് 1ലേക്ക് നോക്കിയാൽ അപ്പൊ 1 ബന്ധപ്പെട്ട എല്ലാം വന്നേക്കണം. ഗ്രേഡ് 3ലേക്ക് നോക്കിയേ 1 2 ആയിട്ട്. അപ്പൊ ഒരിക്കലും ഇങ്ങനെ നോക്കരുത്, ഇങ്ങനെ നോക്കാവുള്ളൂ, ലെഫ്റ്റ് റൈറ്റ് നോക്കാവുള്ളൂ, കുറെ കൂടി ഈസി ആയിട്ടിരിക്കും. നമുക്ക് ആ ടാസ്കിന്റെ ഒക്കാബിലിറ്റി നോക്കാം. സോ നമുക്കപ്പോ നമ്മൾ ടാർഗറ്റ് ഉണ്ടാക്കി എടുക്കാം. ദ ടേബിൾ പ്രസന്റ് ഹോം സ്കൂൾ സ്റ്റുഡൻസ് ഇൻ അയർലൻഡ് ഫ്രം ദ ഇയർ covers grade from kindergarten to 8th grade. The main trend that can be taken from the table is that all grades including kindergarten increased from 1990 to 2004. Increase നമ്മൾ കണ്ടിട്ടുണ്ട്. സംഭവം kindergarten the start highest rate. അപ്പൊ അതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് വായിക്കാൻ പറഞ്ഞു. Start the highest in 2005, also entered the highest in 2.9%. Shows a constant increase. 2.4 2.9 ആ രണ്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, ആ രണ്ട് നമ്പേഴ്സ് ഇയറിന് നമ്പർ കൊടുത്തിട്ടുണ്ട്. However, grades 1.2 5.2 shows small decreases from 1990 to 2000 without 0.3 to 0.2% drop respectively. കുറഞ്ഞു എന്ന് പറയാനായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല അല്ലെ. നമ്മൾ ഡ്രോപ്പ് എവിടെ കണ്ടിരുന്നു? ഡ്രോപ്പും റെസ്പെക്റ്റിലും ഒരുമിച്ച് കണ്ടിട്ടില്ല. സ്മോൾ ഇൻക്രീസസ്. Both the grades changed to positive increase in 2001. Continued steadily until 2004. അത് ഞാൻ കല്ലിനെ കുറിച്ച് പാടാം അല്ലെ ഇങ്ങനെ നോക്കുമ്പോ. Grade had a slower rate of change over the 6 years. ഈ ചേഞ്ച് ഓവർ ദ 6 years എന്ന് പറയാൻ നമ്മൾ മുമ്പായിട്ടുണ്ട്. But maintain a positive increase. Maintain a positive increase. Grades studied at a 1.6% stayed there for 3 years until the rapid rise up to 2.2 in 2002 and peaks at 2.5 in 2004. To summarize, all grades including kindergarten had a rise at approximately 1% over 6-year period. അപ്പോ ഇപ്പൊ നമ്മൾ ഇന്ന് കണ്ടെന്ന് വെച്ചാൽ ഇത് ഞാൻ ഇപ്പൊ തന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുക, നോക്കുക. ക്വസ്റ്റ്യൻ ഇന്ന് നോക്കി നാളെ വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ അത് വായിച്ചു നോക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ 9 to 10 വരെ ഒരു എസ്സയ്ക്ക് എന്തുകൊണ്ട് കൊടുത്തു, ആ സെയിം എസ്സ തന്നെ വേറൊരാൾ എഴുതിയപ്പോ എന്തുകൊണ്ട് 6 to 7 കൊടുത്തു. രണ്ടിലും ഉപയോഗിച്ചിരിക്കുന്ന ഒക്കാബുലറീസ്. രണ്ടാമതെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ 3 ടൈപ്പ് ഗ്രാഫ് കണ്ടു, 3 ടൈപ്പ് ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, 3 ടൈപ്പിലും 3 ടൈപ്പ് ഒക്കാബിലിറ്റി ഉപയോഗിച്ചാൽ കണ്ടു, 3 ടൈപ്പ് തലകുത്തി എഴുതാൻ കണ്ടു. ഇത്രയും സംഭവങ്ങൾ നമ്മൾ നല്ലവണ്ണം തറവുമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുമാതിരി എസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഒരു മിക്സർ മാച്ചിലൂടെ ഉണ്ടാക്കി തന്നെ. ഓക്കെ, ഞാൻ എന്തൊക്കെ ഉറക്കം സംഭവം ഓക്കെ നാളെ. അപ്പൊ നാളെ കാണാം. ഓക്കെ ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. ബൈ.